സഭയിലെ ആദ്യ രക്തസാക്ഷിയാണ് വിശുദ്ധ എസ്തപ്പാനോസ്. വിശ്വാസികളുടെ പ്രത്യേക ആദരത്തിന് പാത്രമായിട്ടുള്ള വിശുദ്ധ എസ്തപ്പാനോസ് ക്രിസ്തുവിനെ മരണത്തിന് 2 വർഷങ്ങൾക്ക് ശേഷം കല്ലെറിഞ്ഞു കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോസ്തലിക പ്രവർത്തനങ്ങളിൽ സൂചന പ്രകാരം വിശുദ്ധനെ പിടികൂടിയതും അദ്ദേഹത്തിനെതിരായ ആരോപണത്തിലും ക്രിസ്തുവിന്റെ വിചാരണയോട് സമാനമായിരുന്നുവെന്ന കാര്യം എടുത്തു കാണിക്കുന്നു. നഗരമതിലിന് പുറത്തുവച്ച് വിശുദ്ധനെ കല്ലെറിയുകയും തന്റെ ഗുരുവിനെ പോലെ തന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധൻ മരണം വരിച്ചു. അപ്പോസ്തലന്മാരെ സഹായിക്കുവാനും അവരുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ ലഘൂകരിക്കുവാനും വേണ്ടി മുന്നിട്ടിറങ്ങിയ 7 പേരിൽ ഒരാളാണ് എസ്തപ്പാനോസ്. അദ്ദേഹം വിശ്വാസത്തിലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞ പുണ്യാത്മാവായിരുന്നു. മഹത്വവും ശക്തിയും നിറഞ്ഞവൻ, അപ്പോസ്തലിക തീക്ഷ്ണതയാലും ദൈവിക വരങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ട ദൈവിക മനുഷ്യനായി വിശുദ്ധൻ വിളങ്ങുന്നു. ക്രിസ്തുവിന്റെ ആദ്യ സാക്ഷി എന്ന നിലയിൽ അദ്ദേഹം തന്റെ ശത്രുക്കളെ ധൈര്യപൂർവ്വം നേരിടുകയും ക്രിസ്തുവിന്റെ വാഗ്ദാനം നിറവേറ്റപ്പെടുകയും ചെയ്തു. എസ്തപ്പാനോസുമായുള്ള തർക്കത്തിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിയെയും ജ്ഞാനത്തെയും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആത്മാവിനെയും പ്രതിരോധിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്വന്തം ജീവൻ തന്നെ ത്യജിക്കുവാൻ തയ്യാറാവും വിധം ക്രിസ്തുവിനെ പോലെ തന്നെ തന്റെ കൊലയാളികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുകരിച്ചവൻ എന്നാണ് ആദ്യ രക്തസാക്ഷിയായ വിശുദ്ധ എസ്തപ്പാനോസിനെ കുറിച്ച് ആരാധനാക്രമത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ക്രിസ്തുമസിനു ശേഷം വരുന്ന ദിവസങ്ങൾ വിശുദ്ധന്റെ നാമഹേത തിരുനാളായി അംഗീകരിച്ചതിലൂടെ തിരുസഭ ഈ ശിഷ്യനും ഗുരുവും തമ്മിലുള്ള സാദൃശ്യത്തെ എടുത്തു കാണിക്കുകയും വീണ്ടെടുപ്പ് മിശിഹായിയായി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു.